ഹായ് കൂട്ടുകാരെ, അതിമനോഹരമായ ഒരു സ്ഥലത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഒരു ചതുപ്പ്. ഇത് മഹാരാഷ്ട്രയിലെ മഡേഗാവ് ജില്ലയിലെ ഗുണ്ടൂർ എന്ന ഒരു പ്രദേശത്താണ് എന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചേക്കും. പക്ഷേ അങ്ങനെയല്ല. ഇത് നമ്മളുടെ കേരളത്തിൽ, അതായത് കോട്ടയം ജില്ലയിൽ കുറിച്ചിക്ക് സമീപത്തുള്ള പ്രദേശമായ പാത്താമുട്ടം എന്ന സ്ഥലമാണ്. അവിടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അതിന് ഏകദേശം ഒരു 100-150 മീറ്റർ അപ്പുറത്തായിട്ടാണ് ഈ പ്രദേശം. അതിമനോഹരമായ ഒരു പ്രദേശമാണിത്. ഇത് ചതുപ്പ് നമുക്ക് വളരെയധികം നമ്മുടെ ഈ അടുത്ത സമീപ പ്രദേശങ്ങളിൽ ഇത്രയും വിശാലമായ രീതിയിലുള്ള ചതുപ്പുകൾ കാണാനില്ല. ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിന്. നമ്മുടെ നാടാണ്, കേരളമാണ്, അത് കോട്ടയം ജില്ലയാണ് എന്നൊന്നും ആരും പറയുകയില്ല. കാരണം അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണിത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ടാൻസാനിയയിലെ സെരംഗറ്റി നാഷണൽ പാർക്കിലെ ഗൊരംഗൊരോ ക്രേറ്റർ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രദേശമുണ്ട്. അത് ഒരു കിടങ്ങ് പോലെ, അല്ലെങ്കിൽ ഒരു താഴ്വാരം പോലെ, കുളം പോലെ തോന്നിക്കുന്നതായ ഒരു പ്രദേശമാണ്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനോട് സമാനമായിട്ടുള്ള ഒരു പ്രദേശമായി എനിക്ക് തോന്നുന്നു. കാരണം ഇത് സെരംഗറ്റി നാഷണൽ പാർക്കിലെ ഗൊരംഗൊരോ ക്രേറ്റർ എന്ന് പറഞ്ഞ ആ ഭാഗം പുരാതന കാലത്ത് ഈ ഉൽക്കകൾ വീണോ ഭൂകമ്പത്തിൻ്റെ ഒരു പ്രതിപ്രവർത്തനമായിട്ടാണോ എന്നറിയില്ല, വലിയൊരു പ്രദേശം ഈ താഴ്ന്നതായി മാറി. അതേ സമീപ പ്രദേശങ്ങളെക്കാൾ വളരെ താഴ്ന്ന ഒരു പ്രദേശം അവിടെ രൂപപ്പെട്ടു വന്നു. അപ്പോൾ അവിടെ ഒരുപാട് മൃഗങ്ങളും ഒക്കെ ഒന്ന് യഥേഷ്ടം വിഹരിക്കുകയും ഇര തേടുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം തന്നെയാണ്. അതിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രദേശമായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. വളരെ മനോഹരമായി തോന്നുന്നു. നമ്മുടെ വിശാലമായ ഭാഗങ്ങൾ. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു പ്രദേശം ഉണ്ടെന്ന് ഞാനത് വഴി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പാത്താമുട്ടമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ആ കോളേജിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം, എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് അറിയാം. എങ്കിൽ പോലും ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു പ്രദേശം അവിടെ ഉണ്ട് എന്ന് അതുവഴി ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ മനോഹരമായി എനിക്ക് തോന്നി. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ, ഒരു പരിചയപ്പെടുത്താമെന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഒക്കെ പ്രഖ്യാപിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ വളരെ നന്നായിരുന്നു. എങ്കിലും ചെറിയ ബെഞ്ചുകളൊക്കെ അവിടെ ഇവിടങ്ങളായിട്ട് അവർ കൊണ്ടിട്ടിട്ടുണ്ട്. ആളുകൾക്ക് കുറച്ച് നേരം വന്ന് സമയം ചെലവഴിക്കാനും തമ്മിൽ തേടി വരുന്ന ആളുകൾക്ക് കുറച്ച് സമയം വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് അവർ ബെഞ്ചുകളൊക്കെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. കണ്ടോ, നോക്കിയത് വിശാലമായൊരു ഏരിയ. അത് കൃഷി, ചില ഭാഗങ്ങളിലൊക്കെ കൃഷിയുണ്ട്. കണ്ടില്ലേ, അവിടെ നെല്ലൊക്കെ പഴുത്ത് നിൽക്കുന്നു, വിളഞ്ഞു നിൽക്കുന്നു. അത് എന്തുകൊണ്ടും സമീപ ഭാവിയിലൊക്കെ നല്ല രീതിയിലാകുമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പ്രത്യാശിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദിയും നമസ്കാരവും ഞാൻ അറിയിക്കുന്നു.